അയലൂർ പഞ്ചായത്തിലെ 16, 17 വാർഡുകളിൽപ്പെട്ട നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളമില്ല. ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 വർഷം മുമ്പ് സ്ഥാപിച്ച പൈപ്പുകളിൽ നിന്നും ഇന്നുവരെ ഒരു തുള്ളി വെള്ളം പോലും ലഭിച്ചിട്ടില്ലെന്നാണ് 30ഓളം കുടുംബങ്ങളുടെ പരാതി. അയലൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പയ്യാങ്കോട്, പടിഞ്ഞാറേപ്പറമ്പ്, തകരമട പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നത്. 2 വർഷം മുമ്പ് ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രദേശത്തെ വീടുകളിലേക്ക് കുടിവെള്ള പൈപ്പിട്ട് നൽകിയിരുന്നു. എന്നാൽ അന്നു മുതൽ ഇന്നുവരെയും പൈപ്പിലൂടെ വെള്ളം ലഭിച്ചില്ലെന്നാണ് പ്രദേശവാസികളായ 30ഓളം കുടുംബങ്ങൾ പരാതി ഉയർത്തത്. കുടിവെള്ള പദ്ധതിയുമായിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ച ജനത എന്ന് പറയുന്നത് ഈ കൈതച്ചിറ പ്രദേശത്തുള്ള ജനങ്ങളാണ്. ഈ 2 മെയിൻ പൈപ്പുകളും നമ്മളെ റോഡ് മുറിച്ചിട്ടാണ് പോയിരിക്കുന്നത്. റോഡ് പണി കഴിഞ്ഞ് അതിന് തൊട്ട് ശേഷമാണ് ഈ കുടിവെള്ള പദ്ധതി വരുന്നത്. നമുക്ക് എല്ലാവർക്കും അതിനെ ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ ഈ പൈപ്പ് വരുന്നതുകൊണ്ട് റോഡ് ഫുള്ളായി തകർന്നിട്ട് ഞങ്ങൾക്ക് വണ്ടിയും കൊണ്ട് പോകാനോ അതുപോലും പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. പക്ഷെ അതിലൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷെ നമ്മളെ തൊട്ടടുത്ത് ഈ കുടിവെള്ളം ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ കുടിവെള്ളം ഒരു കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് നല്ല അമർഷമുണ്ട്. നമ്മൾ നിരന്തരം ഇതിൻ്റെ അടക്കമുള്ള ആളുകളെ നിരന്തരം വിളിച്ച് ബന്ധപ്പെടുകയെല്ലാം ഉണ്ട്. പക്ഷേ അവർ ചെയ്യാമെന്ന് പറയല്ല, ചെയ്യുന്നില്ല. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം കുടിവെള്ളം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ടാങ്ക് സ്ഥാപിച്ചിട്ട് ഏകദേശം 2 കൊല്ലത്തോളമായി. ഈ 2 കൊല്ലമായിട്ടും തൊട്ടടുത്ത പ്രദേശത്തുള്ള ആളുകൾക്ക് കുടിവെള്ളം ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. കൈതച്ചിറയിൽ സ്ഥാപിച്ച കുടിവെള്ള ടാങ്കിൽ നിന്നാണ് ഈ ഭാഗത്തെ വീടുകളിലേക്ക് വെള്ളം എത്തേണ്ടത്. എന്നാൽ പൈപ്പ് ലൈനിൽ പൊട്ടലുണ്ടെന്നും ഇങ്ങനെ വെള്ളം പാഴായി പോകുന്നത് കൊണ്ടാണ് ഇത്രയധികം കുടുംബങ്ങൾക്ക് വെള്ളം എത്താത്തതെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. പൈപ്പ് വെള്ളം വിട്ടിട്ട് പൈപ്പിന്റെ ചോട്ടില് കേടുപാട് തീർത്തിട്ടില്ല. അത് കാരണം പടിഞ്ഞാറെ പറമ്പിലുള്ളവർക്ക് വെള്ളമില്ല. വെള്ളം തീരെയില്ല. വെള്ളം കിട്ടാൻ വഴിയില്ല. വെള്ളമേ ഇല്ല. പൈപ്പിട്ട പിന്നെ വെള്ളമേ വന്നിട്ടില്ല. വിഷയം ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും നടപടിയില്ല. കുടിവെള്ളത്തിനായി ഇവർ ജലനിധിയെയാണ് ആശ്രയിക്കുന്നത്. സമീപ ദിവസങ്ങളിൽ ചെറിയ അളവിലെങ്കിലും മഴ ലഭിച്ചതിലാണ് ജലനിധി പദ്ധതിയിലൂടെ വെള്ളം ലഭിക്കുന്നതെന്നും മഴയില്ലെങ്കിൽ വറ്റിവരേണ്ട വെള്ളമില്ലാത്ത സ്ഥിതിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. വെള്ളത്തിന്റെ കണക്ഷൻ എടുത്തു എന്നല്ലാണ്ട് ഒരു പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. താഴെ കൈതച്ചിറ ഭാഗത്തൊക്കെ വെള്ളം നേരത്തെ വന്നതാണ്. ഞങ്ങളുടെ ഈ ലൈനിലേക്ക് ഇതുവരെ വെള്ളം അങ്ങനെ ഒരു ഇത് ഉണ്ടെന്നേ ഇല്ല. പൈപ്പ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മീറ്ററൊക്കെ വെച്ചു എന്നൊക്കെ പറഞ്ഞതല്ലാണ്ട് ഒരു സംവിധാനം ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം ജലനിധിൻ്റെ വെള്ളം കിട്ടുന്ന കാരണം അതുണ്ട്. വേനൽക്കാലത്ത് തീരെ അതും കുറയുമ്പോൾ ഞങ്ങൾക്ക് ഇതാണ് പ്രതീക്ഷിച്ചത് എടുത്തത്. ഇതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രയോജനമില്ല. വീടുകളിലേക്ക് ഇട്ട് നൽകിയ പൈപ്പുകൾ ഉപയോഗശൂന്യമായി കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ്. തങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള തീരുമാനത്തിലാണ് പ്രദേശത്തെ കുടുംബങ്ങൾ. ഇത്ര കുടുംബത്തിന് വെള്ളം കൊടുത്തു എന്ന് പറയാൻ വേണ്ടി മാത്രമാണോ ഈ പൈപ്പ് ഇട്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരുപാട് ഈ കുന്നം പ്രദേശത്ത് വെള്ളം കിണർ കുഴിച്ചാൽ കിട്ടില്ല, ബോർവെല്ല് താഴ്ത്തിയാൽ കിട്ടില്ല. ഏകദേശം ഈ ജലനിധി ഇല്ലെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ അപ്പുറം പോകണം ഞങ്ങൾക്ക് ഒരു കുടം വെള്ളം കിട്ടണമെങ്കിൽ. അതുപോലെയുള്ള പ്രദേശമാണ് ഞങ്ങളുടേത്. ആ ഭാഗത്താണ് ഇന്ന് വെള്ളമില്ലാണ്ട് ഈ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. ഒരുപാട് വെള്ളം വെറുതെ വേസ്റ്റായി പോകുന്നുണ്ട്. അത് നോക്കാൻ പോലും ആളില്ല. പിന്നെ എന്തിനാണ് ഈ ഫണ്ട് ഇവിടെ ഉപയോഗിച്ചതെന്ന് ഞങ്ങൾ ചോദിക്കണം. ഞങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ മറുപടി ഇത് ചെയ്ത അധികൃതർ ഞങ്ങൾക്ക് തരണം. ഈ ഫണ്ട് ഉപയോഗിക്കരുതായിരുന്നു, അല്ലെങ്കിൽ ഈ പൈപ്പ് ഇടരുതായിരുന്നു. ഓരോ വീട്ടിലും കൊണ്ട് എന്താ പറയുക, ഓരോ കുറ്റി സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളമായില്ല. വെള്ളത്തിന് വെള്ളം തന്നെ വേണം. ജലനിധി ആണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അതിൽ വേനൽക്കാലത്ത് ഇതിൽ കിട്ടുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിലും വെള്ളമില്ല, ഇതിലും വെള്ളമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പൈപ്പ് വഴിനീളെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത്? ആ ഫണ്ട് എന്തിനു ഉപയോഗിച്ചു ഗവൺമെൻറ്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, കൈതച്ചിറ ഒരു ടാങ്ക് പണിതു. ഞങ്ങളെല്ലാം അയലൂർ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും പൂത്തുണ്ടി വെള്ളം എത്തിച്ചു. എവിടെയാണ് എത്തിയതെന്നും കൂടി അവർ വന്ന് അന്വേഷിക്കേണ്ടതാണ്. പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നാളുകൾ പറഞ്ഞിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.